ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 25 മംഗളവാർത്ത തിരുനാളാണ്. സാധാരണ വലിയ നോമ്പിൻ്റെ കാലത്ത് തിരുനാളും അതിൻ്റെ ആഘോഷങ്ങളൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ മംഗളവാർത്ത തിരുനാൾ മാർച്ച് 25 നമ്മൾ ആഘോഷിക്കുന്നു. രക്ഷകൻ്റെ പിറവിയുടെ ആരംഭം മറിയത്തിൻ്റെ ഉദരത്തിൽ സംഭവിച്ചതിനെയാണ് മംഗളവാർത്ത തിരുനാളിൽ നമ്മൾ കൊണ്ടാടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യക്ഷത്തിൽ മറിയത്തിൻ്റെ തിരുനാളെന്ന പ്രതീതി ജനിപ്പിച്ചേക്കാമെങ്കിലും ഇത് ഈശോയുടെ തിരുനാളാണ്. രക്ഷകൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ആരംഭത്തെ കുറിക്കുന്ന തിരുനാൾ. അതുകൊണ്ട് തന്നെ പൗരസ്ത്യ സഭകളൊക്കെ മാറാനായ തിരുനാൾ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ ആഘോഷിക്കുന്നത്, നമ്മുടെ കർത്താവ് ശംശിഹായുടെ തിരുനാൾ. അതുകൊണ്ട് തന്നെയാണ് ഈ തിരുനാൾ കൂടുതൽ പ്രസക്തവും പ്രാധാന്യമുള്ളതുമായി മാറുന്നത്. എന്തുകൊണ്ടാണ് മാർച്ച് 25? ക്രിസ്മസ് ഡിസംബർ 25 ആരംഭിച്ച കാലം തൊട്ട് മാർച്ച് 25 മംഗളവാർത്ത തിരുനാളായി ആചരിച്ചു പോകുന്നു. കാരണം ക്രിസ്മസിന് കൃത്യം 9 മാസങ്ങൾക്ക് മുൻപ് അവൻ്റെ പിറവിയുടെ ആരംഭം മറിയത്തിൻ്റെ ഉദരത്തിൽ നടന്നു എന്നതിൻ്റെ സൂചന. മാർച്ച് 25 ഈശോയുടെ മരണത്തിൻ്റെ കൃത്യ ഡേറ്റായിട്ടും ചരിത്രകാരന്മാർ ചിന്തിച്ചു വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ പിറവിയുടെ ആരംഭവും അതേ ദിവസത്തിൽ തന്നെ വരിക എന്നത് നല്ല കാര്യമായി പണ്ഡിതന്മാർക്ക് തോന്നിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ആദത്തിൻ്റെ മരണദിനമായും മാർച്ച് 25 പരിഗണിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ആദമായ ഈശോയുടെ പിറവിയുടെ ആരംഭവും മാർച്ച് 25 തന്നെ സംഭവിക്കുക എന്ന ഒരു കാര്യം കൂടി ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും പ്രാധാന്യമർഹിക്കുന്ന കാര്യമായി മാറുന്നു. ഈ തിരുനാൾ തരുന്ന സന്ദേശം എന്താണ്? പിറവി അല്ലെങ്കിൽ രക്ഷകൻ്റെ പിറവിയെപ്പറ്റിയുള്ള വാഗ്ദാനം പർദീസായിൽ നടന്നതാണ്. എത്രയോ തലമുറകളും എത്രയോ നൂറ്റാണ്ടുകളും കഴിഞ്ഞിട്ടാണ് അത് യാഥാർത്ഥ്യമാകുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദാനം അതെത്ര കാലം കാത്തിരുന്നാലും നിറവേറുക തന്നെ ചെയ്യും എന്ന് മംഗളവാർത്ത തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു.